ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പീച്ച് ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ ലൈഫിലെ ആ ഒരു സമയം അവസാനിക്കാൻ പോവുകയാണ്. ഇനി നിങ്ങളുടെ ലൈഫ് വളരെ എളുപ്പമാകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതാണ് റീഡിങ്ങിൻ്റെ ടോപ്പിക്ക്. അപ്പോൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് ചില സമയം ചിരിക്കാൻ പോലും പേടിയാണ്. കാരണം ചിരിച്ച് കഴിയുമ്പോൾ ആൾക്കാരുടെ ആ ഒരു മോശം ദൃഷ്ടി നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത്. കാരണം ചിരിച്ച് കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കരയേണ്ടി വരുന്നു. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് സമയം ഒരു മാജിക് വടിയും കൊണ്ടിരിക്കുകയാണ്. അതായത് കുറച്ച് സമയം ചിരിപ്പിക്കും, കുറച്ച് സമയം നമ്മളെ കരയിപ്പിക്കും. അങ്ങനെ ചില ആൾക്കാരുണ്ട് അങ്ങനത്തെ. അതായത് നിങ്ങളുടെ മുഖത്ത് ഒരു സ്മൈല് വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ചില ആൾക്കാരുണ്ട്. എപ്പോഴും നിങ്ങളുടെ മുഖം വളരെ ഭാവത്തോടെ ഇരിക്കണം. അതാണ് അവർ ആഗ്രഹിക്കുന്നത്. ചില സമയം നിങ്ങൾ ഭയങ്കരമായിട്ട് ചിരിക്കും, സൗണ്ട് ഉണ്ടാക്കി ഹ ഹ ഹ എന്ന് പറഞ്ഞ് ചിരിക്കും. അതേ ഒരു ആൾ ഇതിനെ കുറച്ച് സമയം കരയുന്നത് കാണാം. അപ്പോൾ ഇവിടെ ഉറപ്പായിട്ടും ഒരു വ്യക്തിയുടെ മോശം ദൃഷ്ടി നിങ്ങളുടെ ലൈഫിൽ ഉണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ആ വ്യക്തിയെ ഒട്ടും തന്നെ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ സന്തോഷിക്കണമെന്ന്. അങ്ങനെ ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ചിരിക്കാൻ ഭാഗ്യമില്ല എന്നാണ്. കാരണം ഈശ്വരൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ ചിരിക്കാൻ. അതുകൊണ്ടായിരിക്കാം ചിരിച്ച ഉടനെ തന്നെ എനിക്ക് കരയേണ്ട അവസ്ഥ വരുന്നത് എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. ഇവിടെ അങ്ങനെ ഒന്നും തന്നെയല്ല. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചിരിക്കണമോ കരയണമോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ്. അത് മറ്റൊരാളുടെ കയ്യിൽ ഉള്ള ഒരു ചാവി പോലെ. അവർ ചാവി തിരിക്കുമ്പോൾ നിങ്ങൾ കരയും, ചാവി കറക്കുമ്പോൾ നിങ്ങൾ ചിരിക്കും. അങ്ങനെയല്ല, അവരുടെ കയ്യിലെ പാവയല്ല നിങ്ങൾ. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ എന്തായാലും ഈ ഒരു ഇതിൽ നിന്ന് പുറത്തു വരേണ്ടതാണ്. മറ്റൊരാൾക്ക് വേണ്ടി നമ്മുടെ ആ ഒരു മുഖത്തെ ചിരി നമ്മൾ ഒരിക്കലും ഇല്ലാതാക്കാൻ പാടില്ല. ആർക്കെങ്കിലും നമ്മൾ ചിരിക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ടാവുന്നെങ്കിൽ ആയിക്കൊള്ളട്ടെ, നമ്മൾ സന്തോഷമായിട്ട് ചിരിക്കുക. കാരണം അവരുടെ ആ ഒരു ഇഷ്ടപ്രകാരമല്ല നമ്മൾ ജീവിക്കണം, നമ്മുടെ ഇഷ്ടപ്രകാരമാണ് നമ്മൾ ജീവിക്കേണ്ടത്. ഇവിടെ മറ്റൊരു വ്യക്തി നിങ്ങളെ തകർക്കാൻ വേണ്ടി അവർ പ്ലാൻ ചെയ്ത് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾക്ക് വിഷമം തരികയാണെങ്കിൽ ആ വിഷമ സമയത്തും നിങ്ങൾ മാക്സിമം നിങ്ങളെ ഹാപ്പി ആക്കി വയ്ക്കാൻ ശ്രമിക്കുക. അപ്പോൾ അവർക്ക് കാണുമോ, ഞാൻ എത്ര വിഷമം കൊടുത്തിട്ടും ഈ വ്യക്തിക്ക് ഒരു കുലുക്കോ ഇല്ലല്ലോ, ഈ വ്യക്തി ഇങ്ങനെ തന്നെ ഇരിക്കുന്നല്ലോ സന്തോഷമായിട്ട് എന്നുള്ള രീതിയിൽ ചിന്തിച്ച് അവർ പിന്നെ നിങ്ങളെ ശല്യം ചെയ്യാൻ വരത്തില്ല. അതുകൊണ്ട് മറ്റുള്ളവരുടെ ആ ഒരു ഇഷ്ടത്തിനനുസരിച്ചല്ല നമ്മൾ ജീവിക്കണം, നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കേണ്ടത്. അത് നിങ്ങൾ മനസ്സിലാക്കുക ആദ്യം. ഇവിടെ ഇവരുടെ ഈ ഒരു കളികളെല്ലാം അവസാനിക്കുന്നതാണ്. ദൈവം ആഗ്രഹിക്കുന്നത് ഇനി ഒരു പ്രാവശ്യം കൂടി ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ കയറി കളിക്കാൻ പാടില്ല. ഒരു രീതിയിലും നിങ്ങളുടെ ലൈഫിൽ ഇവർ ഇടപെടാൻ പാടില്ല. ആ രീതിയിൽ ഒരു ന്യായം ഇവരുടെ ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ഈ വ്യക്തി ചിലപ്പോൾ നിങ്ങളുടെ വർക്ക് പ്ലേസിലുള്ള വ്യക്തിയായിരിക്കാം. എല്ലാവരും സന്തോഷമായിട്ട് നിങ്ങളൊരു കൂട്ടമായിട്ടിരിക്കുകയാണ്. നിങ്ങളുടെ കൂടെയുള്ള എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു, നിങ്ങൾ മാത്രം സാഡായിട്ടിരിക്കുന്നു. അവരുടെ തമാശകൾക്ക് നിങ്ങൾക്ക് ചിരിക്കാൻ സാധിക്കുന്നില്ല. നിങ്ങൾക്ക് ചിരിച്ചാൽ ഇനി അടുത്ത് കരയേണ്ട അവസ്ഥ വരുമോ? അത് കാരണം നിങ്ങൾ അവരുടെ തമാശകൾ കേട്ടിട്ടും കൂട്ടുകാരുടെ തമാശ കേട്ടും നിങ്ങൾ സാഡായിട്ടിരിക്കുന്നു. ചിലപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളുടെ വർക്ക് പ്ലേസിലുള്ള ആളായിരിക്കാം. അതായത് ആ വർക്ക് പ്ലേസിൽ കുറച്ച് കൂട്ടം ആൾക്കാർ ഒരുമിച്ചിരുന്ന് തമാശകൾ പറയുകയാണ്. അപ്പോൾ തമാശ പറയുമ്പോൾ നിങ്ങളും അവരുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ നിങ്ങൾ ആ തമാശയായിട്ട് ചിരിക്കും. നിങ്ങൾ ചിരിക്കുന്ന കാണുമ്പോൾ ഈ വ്യക്തിക്ക് ഒട്ടും ഇഷ്ടപ്പെടത്തില്ല. ആ വ്യക്തി ആ കൂട്ടത്തിൽ നിന്ന് എണീച്ച് പോകും. കാരണം നിങ്ങളുടെ സന്തോഷം അവർക്കൊട്ടും സഹിക്കാൻ പറ്റത്തില്ല. ഇവിടെ ഒരു വ്യക്തി മാത്രമില്ല, കുറേ വ്യക്തികൾ ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ അത് വർക്ക് പ്ലേസിലുള്ള ആളായിരിക്കാം, അല്ലെങ്കിൽ വീട്ടിൻ്റെ അടുത്തുള്ള ആളായിരിക്കാം, അല്ലെങ്കിൽ കുടുംബത്തിൽ തന്നെ ഉള്ള ആളായിരിക്കാം, ഗണത്തിലുള്ള ആളായിരിക്കാം, ആരായിക്കൊള്ളട്ടെ. പക്ഷേ ഇവിടെ ഒരു വ്യക്തിയുടെ കാര്യം നിങ്ങൾക്ക് നല്ല പോലെ അറിയാം. അതായത് ഈ വ്യക്തിക്ക് എന്നെ ഇഷ്ടമില്ല, ഞാൻ ചിരിക്കുന്നോ സന്തോഷിക്കുന്നോ ഒട്ടും തന്നെ ഇഷ്ടമില്ല. അങ്ങനെ ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. ഇവിടെ ഈ വ്യക്തിയോട് നിങ്ങൾക്ക് ഭയങ്കര ദേഷ്യമാണ്. അതായത് നിങ്ങൾക്ക് അറിയാമെന്നുള്ള ആ വ്യക്തിയോട് ഈ വ്യക്തി എന്തിനാണ് എൻ്റെ പിറകെ നടന്ന് എന്നെ ശല്യം ചെയ്യുന്നത് എന്നുള്ള കാര്യം ആലോചിച്ച് നിങ്ങൾക്ക് ഇവരോട് ദേഷ്യമാണ്. ഈ വ്യക്തി അല്ലാതെ വേറെ 3 വ്യക്തിയും കൂടെ ഉണ്ട് നിങ്ങളുടെ ആ ഒരു സന്തോഷം ആഗ്രഹിക്കാത്ത. ഇവിടെ ഒരു വ്യക്തിയെക്കുറിച്ച് ഞാൻ ഈ റീഡിങ്ങിൽ പറഞ്ഞല്ലോ. ബാക്കി 3 അല്ലെങ്കിൽ 4 വ്യക്തികൾ വരെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ആ വ്യക്തിയെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ല, അതിനി ഞാൻ അങ്ങോട്ട് പറയാം. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വലിയ സന്തോഷം ലഭിക്കാൻ പോകുമ്പോഴോ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എല്ലാം നല്ല രീതിയിൽ നടക്കുന്നു, ഒരു പ്രശ്നമില്ലാതെ നടക്കുന്നു, അപ്പോഴാണ് ഈ വ്യക്തി ഇവരുടേതായ രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്നത്. കാരണം ഇവർ ആഗ്രഹിക്കുന്നില്ല നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കാൻ.
ഇവിടെ നിങ്ങൾ ചിലപ്പോൾ സ്പിരിച്വൽ ജേണിയിലുള്ള ആളായിരിക്കാം. ഇവിടെ അതുകൊണ്ട് നിങ്ങൾക്ക് ഒത്തിരി പോസിറ്റിവിറ്റിയും ഉണ്ട് സ്പിരിച്വൽ ജേണിയിൽ കൂടെ പോകുന്നത് കൊണ്ട്. അതൊക്കെയാണ് ഈ വ്യക്തിക്ക് നിങ്ങളോട് ഇത്രമാത്രം ദേഷ്യം. കാരണം നിങ്ങൾ എന്താണോ പറയുന്നത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ അത് നടക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം ഒത്തിരി ആൾക്കാർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങളെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ആൾക്കാർ. ഇതെല്ലാം ഈ വ്യക്തി നോട്ടീസ് ചെയ്യുന്നുണ്ട്. ഇവിടെ പോസിറ്റിവിറ്റിയും നെഗറ്റിവിറ്റിയും തമ്മിലുള്ള ഒരു യുദ്ധമാണ് കാണാൻ സാധിക്കുന്നത്. ഒരു വശത്ത് നിങ്ങൾ, മറുവശത്ത് ഈ വ്യക്തിയും. ഇനി നമുക്ക് ഈ വ്യക്തിയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ ശ്രമിക്കാം. ഇവിടെ ഈ ഒരു വ്യക്തിയുടെ രൂപത്തിലോ അല്ലെങ്കിൽ നെഗറ്റീവ് എനർജിയുടെ രൂപത്തിലോ ആയിരിക്കാം നിങ്ങളുടെ ലൈഫിൽ ഇത് ബാധിച്ചിരിക്കുന്ന എന്തോ ഒരു നെഗറ്റീവ് ശക്തി അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് വ്യക്തി. ആ വ്യക്തി നിങ്ങളെ ഭയങ്കരമായിട്ട് ശല്യം ചെയ്തു, അല്ലെങ്കിൽ ഒരു നെഗറ്റിവിറ്റി നിങ്ങളെ ഭയങ്കരമായിട്ട് ശല്യം ചെയ്യുന്നു. എന്തായാലും ഈ ഒരു നെഗറ്റിവിറ്റിയുടെ ആ ഒരു കളികളെല്ലാം അവസാനിക്കാൻ പോകുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ചില ആൾക്കാർ നിങ്ങളുടെ പിറകിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങളെക്കുറിച്ച് വളരെ മോശമായിട്ട് സംസാരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആരെങ്കിലും നല്ലത് പറഞ്ഞുകൊണ്ട് നിങ്ങളോട് സംസാരിക്കാൻ വന്നാലും നിങ്ങൾ അവരെ വാക്കുകൾ വിശ്വസിക്കരുത്. കാരണം ചില ആൾക്കാർ നേരിട്ട് യുദ്ധത്തിന് വരും, ചില ആൾക്കാർ പിറകിൽ നിന്നായിരിക്കും വരുന്നത്. ഇവിടെ ഈ വ്യക്തികൾ നിങ്ങളുടെ പിറകിൽ നിന്നുകൊണ്ട് നിങ്ങളെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ കള്ളം പറയുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം അതല്ലായിരിക്കും, പക്ഷേ ഇവർ മറ്റുള്ളവരോട് പറയുന്നത് നിങ്ങൾ ഇങ്ങനെയുള്ള ആളാണ്, അങ്ങനെയുള്ള ആളാണ് എന്നാണ്. ഇവിടെ ഇവർ രണ്ട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞൊക്കെയാണ്. അത് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാത്ത കാര്യങ്ങൾ ഇവർ ചെയ്തു എന്നുള്ള രീതിയിൽ മറ്റുള്ളവരോട് പറഞ്ഞൊക്കെയാണ്. ആ കാര്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അത്ഭുതം തോന്നും, ദൈവമേ ഇവരെന്താ ഇങ്ങനെയൊക്കെ എന്നെക്കുറിച്ച് പറഞ്ഞത് എന്ന്. ഇവിടെ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ ഒരു സഹിക്കാനുള്ള ഒരു കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ടാവും. ആ ഒരു കഴിവ് പോലും പോകുന്ന രീതിയിലുള്ള കള്ളമാണ് നിങ്ങളെക്കുറിച്ച് ഇവർ പറഞ്ഞേക്കുന്ന മറ്റൊരാളടുത്ത്. നിങ്ങളടുത്ത് നല്ല രീതിയിൽ കാണുമ്പോൾ സ്നേഹത്തോടെ പെരുമാറും, പക്ഷേ മറ്റുള്ളവരോട് വളരെ മോശമായ രീതിയിലാണ് നിങ്ങളെക്കുറിച്ച് ഇവർ പറയുന്നത്. ഇനി അങ്ങോട്ട് നിങ്ങളെക്കുറിച്ച് ഇവർ എന്താണോ പറഞ്ഞത് മറ്റുള്ളവരോട്, അത് നിങ്ങൾ അറിയുകയും അപ്പോൾ നിങ്ങളൊരു തീരുമാനം എടുക്കുക. ആ തീരുമാനം മറ്റുള്ളവർ അറിയുമ്പോൾ അവർ അത്ഭുതപ്പെടുകയും ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ മറ്റുള്ളവർ വിചാരിക്കുന്നത് നിങ്ങൾ ഒരു ഈസി ടാർഗറ്റാണ് എന്നാണ്. നിങ്ങൾ ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ഇവരുടെ വലയിൽ വീഴ്ത്താം എന്നാണ് അവർ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. പക്ഷേ ഒരു സമയം വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാകും. ആദ്യമൊക്കെ ഇവരുടെ ആ ഒരു ടാർഗറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല, അവരുടെ വലയിൽ പതുക്കെ പതുക്കെ വീഴും. പക്ഷേ ഒരു സമയം വരും, ആ സമയം വരുമ്പോൾ നിങ്ങൾക്ക് ഇവരുടെ എന്താണ് സ്വഭാവമെന്ന് മനസ്സിലാകുന്നു. അതായത് ആദ്യം നിങ്ങളൊരു അവസരം ഇവർക്ക് കൊടുക്കുന്നു, അതിനുശേഷം നിങ്ങൾ കാണിച്ചു കൊടുക്കും ഇവർക്ക് നിങ്ങളുടെ ഊർജം എന്താണ്. കൂടാതെ എന്നോട് ഏറ്റുമുട്ടാൻ നിങ്ങൾക്ക് എന്തുമാത്രം ധൈര്യം തോന്നി എന്നുള്ള രീതിയിലും നിങ്ങൾ കാണിച്ചു കൊടുക്കുന്നു. അതിനുശേഷം നിങ്ങൾ ഒരു ബൗണ്ടറി സെറ്റാക്കുന്നു. ഇനി വേറെ ഒരാളും എൻ്റെ ഈ ബൗണ്ടറി കടന്ന് വരാൻ പാടില്ല എന്നുള്ള രീതിയിൽ. നിങ്ങൾ വളരെയധികം ന്യായപ്രിയരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, ന്യായത്തിന് വേണ്ടി എപ്പോഴും സംസാരിക്കുന്നു. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ കർമ്മം നല്ല രീതിയിൽ വയ്ക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ കർമ്മം മോശമാക്കി വയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ നിങ്ങൾ ചിന്തിക്കുന്നത് ഞാൻ കാരണം ആദ്യം കരയാൻ പാടില്ല എന്നാണ്. പക്ഷേ നിങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരാനാണ് കുറേ ആൾക്കാർ ശ്രമിക്കുന്നത്. ഇവിടെ നിങ്ങളോട് പല തെറ്റും ഇവർ ചെയ്തിട്ട് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ തെറ്റാണ് ചെയ്തത്, നിങ്ങൾ തെറ്റുകാരാണ് എന്നാണ്. നിങ്ങൾ അതുപോലെ സഹിച്ചു, കാരണം അത്രമാത്രം വേദനകൾ സഹിച്ച ആളാണ്. കാരണം നിങ്ങളുടെ ഭാഗം മനസ്സിലാക്കാൻ ആരും തന്നെ ഇല്ല. അവർ പറയുന്നത് നിങ്ങൾ തെറ്റുകാരാണ് എങ്കിൽ നിങ്ങൾക്ക് തെറ്റുകാരാണ്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഒരു വ്യക്തി കാരണം എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടോ അവർക്ക് തിരിച്ച് അതേ അവസ്ഥയിൽ അവർ വരാൻ പോവുകയാണ്. എങ്കിലേ അവർ പഠിക്കുകയുള്ളൂ. ഇപ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് നിരാശപ്പെടുകയാണ്. കാരണം ഇത്രമാത്രം വേദനകൾ സഹിച്ചിട്ടും നിങ്ങൾക്ക് ലൈഫിൽ ന്യായം എന്നുള്ള സംഭവം ഉണ്ടായിട്ടില്ല. അത് കാരണം നിങ്ങൾ വിഷമിക്കുകയാണ്. അപ്പോൾ അതിന് ഉത്തരമായിട്ട് ദൈവം പറയുന്നത് പിക്ചർ ഇനിയും ബാക്കിയുണ്ട്, കളി തുടങ്ങിയല്ലേ ഉള്ളൂ. ഇനി അവസാനം നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമാവും. ആ രീതിയിലുള്ള അവസാനമായിരിക്കും ഉണ്ടാവാൻ പോകുന്നത്. കാരണം അത്രമാത്രം നിങ്ങൾ സഹിക്കാനുള്ള സഹിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ ഊഴം കഴിഞ്ഞു, ഇനി അവരുടെ ഊഴമാണ്, നിങ്ങളെ വേദനിച്ചവരുടെ ഊഴം. അപ്പോൾ ഇപ്പോൾ ശാന്തമായിട്ടിരിക്കുക. സമയം എപ്പോഴാണോ ന്യായം പ്രവർത്തിക്കുന്നത് അപ്പോൾ നമ്മൾക്ക് ഉറപ്പായിട്ടും സന്തോഷമാകുന്നതാണ്. അതുവരെ വെയിറ്റ് ചെയ്യുക നിങ്ങൾ. ഇനി ഒരു വ്യക്തികൾക്കും നിങ്ങളുടെ സന്തോഷത്തെ തകർക്കാൻ സാധിക്കത്തില്ല. നിങ്ങൾ ആഗ്രഹിച്ച ആ സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കാരണം ഇവരുടെ കണ്ണിലാണ് നിങ്ങൾക്ക് ഒട്ടും തന്നെ സന്തോഷം ഡിസർവ് ചെയ്യുന്നില്ല എന്ന് ഇവർ വിചാരിക്കുന്നത്. പക്ഷേ യൂണിവേഴ്സിൻ്റെ കണ്ണിൽ നിങ്ങൾക്ക് ആ ഒരു സന്തോഷം നിങ്ങൾ ഡിസർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്ന സന്തോഷം അത് നിങ്ങൾക്ക് തരുന്നതാണ്.
ഇവിടെ യൂണിവേഴ്സ് എല്ലാവർക്കും ഒരു അവസരം കൊടുക്കും. ആ ഒരു അവസരത്തിൽ അവർ അത് മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ പിന്നെ അവർക്ക് ഒരു താണ്ഡവമായിരിക്കും കാണാൻ സാധിക്കുക യൂണിവേഴ്സിൻ്റെ. ഇവിടെ നിങ്ങൾ ഇനി അങ്ങോട്ട് ഒന്നും പറയാൻ പോകണ്ട. ഒരു വ്യക്തി നിങ്ങളോട് എന്ത് മോശമായിട്ട് ചെയ്യുന്നുണ്ടോ പറയുന്നുണ്ടോ ചെയ്യട്ടെ, പറയട്ടെ. അവർക്ക് പറ്റുന്നിടത്തോളം അവർ ചെയ്യുകയും പറയുകയും ചെയ്യട്ടെ. നിങ്ങൾ ഫോർഗീവിൻ്റെ ആ ഒരു ഭാവത്തിൽ വരിക എപ്പോഴും. അങ്ങനെ നിങ്ങൾ ചെയ്താൽ മാത്രമേ യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രചണ്ഡമായിട്ടുള്ള ന്യായം പ്രവർത്തിക്കുകയുള്ളൂ. കാരണം നമ്മൾ വാക്ക് പറയാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ അവർ ചെയ്യുന്നത് പോലെ നമ്മളും ചെയ്യാൻ ശ്രമിച്ചാൽ പിന്നെ നമ്മളും അവരും തമ്മിൽ എന്താ വ്യത്യാസം? നമുക്കും മോശകർമ്മം ക്രിയേറ്റ് ആവുകയില്ലേ അപ്പോൾ? അതുകൊണ്ട് അവരെന്ത് വേണോ അവരെ കൊണ്ട് പറ്റുന്നത് അവർ പറയുകയും ചെയ്യട്ടെ. നമ്മൾ തിരിച്ചൊന്നും പറയാതിരിക്കുക, ദൈവത്തിൽ അർപ്പിക്കുകയല്ല. ഒരു സത്യസന്ധവും ആത്മാർത്ഥവുമായിട്ടുള്ള ഒരു വ്യക്തിയുടെ മേൽ എന്ത് മോശം ചെയ്യാൻ ശ്രമിച്ചാലും അതിൻ്റെ ആ ഒരു ശിക്ഷ നമ്മൾക്ക് എപ്പോഴായാലും കിട്ടുക തന്നെ ചെയ്യും. അതാണ് പറയുന്നത്, ഒരു അമ്മ കുട്ടിയെ എത്രത്തോളം സംരക്ഷിക്കുന്നു അത്രത്തോളമാണ് യൂണിവേഴ്സ് നിങ്ങളെ സംരക്ഷിക്കുന്നത്. നിങ്ങളുടെ മേൽ ഒരു മണ്ണ് പോലും വീഴാൻ യൂണിവേഴ്സ് അനുവദിക്കത്തില്ല. എല്ലാം യൂണിവേഴ്സ് കാണുന്നുണ്ട്. പക്ഷേ സമയമാകുമ്പോൾ ഇങ്ങനെയുള്ളവർക്ക് യൂണിവേഴ്സിൻ്റെ ആ ഒരു താണ്ഡവ യൂണിവേഴ്സ് കാണിച്ചു കൊടുക്കുന്നതാണ്. അതുവരെ നിങ്ങളൊന്ന് ക്ഷമിച്ച് ഫോർഗീവിൻ്റെ ഭാവത്തിൽ മുന്നോട്ട് പോവുക. ഇവിടെ ചില ആൾക്കാർക്ക് അവരുടെ ലൈഫിൽ കർമ്മഫലം അവർ അനുഭവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. പക്ഷേ എന്നിട്ടും അവർക്ക് ഒരു ബുദ്ധി വരുന്നില്ല, ഇനിയെങ്കിലും മിണ്ടാതിരിക്കാം, അങ്ങനൊരു ബുദ്ധി അവർക്ക് വരുന്നില്ല. ഇവിടെ ചില ആൾക്കാരോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ ഈ വ്യക്തി ഇന്ന പോലത്തെ വ്യക്തിയാണ്, ഇവർക്ക് നമ്മുടെ ആ ഒരു ദുഃഖം സന്തോഷമായിട്ടാണ് അവർ കാണുന്നത് എന്ന്. അങ്ങനെയുള്ള ആൾക്കാരെ കുറച്ച് ഡിസ്റ്റൻസിൽ വയ്ക്കുക നിങ്ങൾ. ഈ വ്യക്തി ഒരിക്കലും നമ്മുടെ ലൈഫിൽ ബാലൻസ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നില്ല. എപ്പോഴും നമ്മുടെ ലൈഫ് ഇംബാലൻസ് ആയിട്ടിരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഭയങ്കരമായിട്ട് ചിന്തിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും ഉണ്ടായാൽ, അതായത് നിങ്ങളുടെ വീട്ടിലെ ആ ഒരു സാഹചര്യം നല്ല സമാധാനവും ശാന്തിയും നിറഞ്ഞത്, നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന ചിരിക്കുന്ന സൗണ്ടൊക്കെ ഇവരുടെ കാതിൽ കേട്ടാൽ ഇവർ എന്തെങ്കിലും ചെയ്തിട്ട് ആ ശാന്തി സമാധാനം തകർക്കാൻ ശ്രമിക്കും. നിങ്ങളുടെ വീട്ടിലെപ്പോഴും വഴക്ക് നടക്കുന്നതായിട്ടും നിങ്ങൾ വിഷമിച്ചിരിക്കുന്നതായിട്ടും നിങ്ങളുടെ കരച്ചിലിൻ്റെ ശബ്ദം, നിങ്ങളുടെ വീട്ടിലെ വഴക്കിൻ്റെ ശബ്ദം, ഇതാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ കേൾക്കാൻ ഇഷ്ടം. അല്ലാതെ നിങ്ങളുടെ സമാധാനവും ശാന്തിയും നിങ്ങളുടെ ചിരിയും അതൊന്നും ഇവർക്ക് കേൾക്കാൻ താല്പര്യമില്ല. ചിലപ്പോൾ ഈ വ്യക്തി നിങ്ങളുടെ വീട്ടിനടുത്ത് താമസിക്കുന്ന ആളായിരിക്കാം, ഇല്ല എങ്കിൽ നിങ്ങളുടെ വർക്ക് പ്ലേസിലുള്ള ആളായിരിക്കാം. ഇനി രണ്ട് സ്ഥലത്തും ഇല്ലാത്ത ആളാണെങ്കിൽ നിങ്ങളുടെ മുഖം കാണുമ്പോൾ, നിങ്ങളുടെ സംസാരം കാണുമ്പോൾ ഇവർക്ക് മനസ്സിലാവുമല്ലോ നിങ്ങൾക്ക് സന്തോഷമാണിപ്പോൾ ഉള്ളത്, സമാധാനവും ശാന്തിയുമാണുള്ളത് എന്ന്. അപ്പോൾ ഇവർ പെട്ടെന്ന് അത് തകർക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും അതെല്ലാം ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു വ്യക്തി ഇങ്ങനെയാണ്, നിങ്ങളുടെ മേൽ അത്രമാത്രം കണ്ണുകളാണ് ഇവർ വച്ചേക്കുന്നത്. നിങ്ങളുടെ ആ ഒരു സംസാരം, നിങ്ങളുടെ ആ ഒരു മുഖത്തെ ആ ഒരു ഭാവം, ഇതെല്ലാം ഇവർ ശ്രദ്ധിക്കുന്നുണ്ട്. ഇവിടെ ഒരു വ്യക്തി ഭയങ്കര വാശി ഉള്ള സ്വഭാവത്തിൻ്റെ ഉടമയാണ്. ഇവിടെ ഈ വ്യക്തിക്ക് ഇവരുടെ സന്തോഷം, ഇവരുടെ ലൈഫിലെ ആ ഒരു ഹാപ്പിനെസ് അതൊന്നും ചിന്തയില്ല. ഇവർക്ക് മറ്റുള്ളവരുടെ ആ ഒരു സന്തോഷം അതെങ്ങനെ തകർക്കാം, മറ്റുള്ളവരുടെ ലൈഫിലെ ഹാപ്പിനെസ് എങ്ങനെ ദുഃഖമാക്കി മാറ്റാം, അതാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഈ വ്യക്തിക്ക് സ്വന്തമായിട്ടൊരു ആത്മവിശ്വാസക്കുറവുണ്ട്. കാരണം മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ എനിക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് മറ്റുള്ളവരോട് ഇവർ ഈർഷ്യാഭാവം വയ്ക്കുന്നത്. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും കഴിവുണ്ടായിരിക്കും, അതേപോലെ ഒരു കഴിവ് ഇവർക്ക് ഉണ്ടാവത്തില്ല. അത് കാരണം ഇവർ നിങ്ങളോട് ഈർഷ്യാഭാവം വയ്ക്കുന്നു. ഇവർ പുറമേ ഭയങ്കര പവർഫുള്ളായിട്ടുള്ള വ്യക്തി ആണ് എന്നാണ് പറയാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് വീക്കായിട്ടുള്ള വ്യക്തിയാണ്. അതായത് ഒരു കൊച്ചു കുട്ടിയുടെ എനർജി പോലും ഇവർക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കത്തില്ല. അത്രമാത്രം ഒരു വീക്കായിട്ടുള്ള പേഴ്സണാണിത്. ഇവിടെ ഒരു വ്യക്തി നിങ്ങളോട് എന്തെങ്കിലും പറയണമെങ്കിൽ ഒരു ടീമിൻ്റെ കൂടെ എന്നായിരിക്കും പറയുന്നത്, അല്ല ഒറ്റയ്ക്ക് ഇവർ നിങ്ങളോട് ഒന്നും പറയത്തില്ല. അതായത് ഇവർക്ക് എന്തിനും ഒരു ടീം വേണം. ഇവരെപ്പോഴും ഇവരെയും കാട്ടി പവർ കുറഞ്ഞ ആൾക്കാരോടായിരിക്കും പോരാടാൻ പോകുന്നത്. ഇവരെയും കാട്ടി പവർ കൂടിയ ആൾക്കാരോട് പോരാടാൻ പോകണമെങ്കിൽ ഇവർക്കൊരു ടീം വേണം. അപ്പോൾ ഓപ്പോസിറ്റുള്ള വ്യക്തിയെ ഒന്ന് പഠിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഇവർ അവരോട് മുട്ടാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇവരുടെ കളികളെല്ലാം യൂണിവേഴ്സ് അവസാനിപ്പിക്കുന്നതാണ്. ദൈവം നിങ്ങളുടെ മേൽ ന്യായം പ്രവർത്തിക്കുന്നതാണ്. ഇവരെപ്പോഴും തിടുക്കപ്പെട്ടാണ് ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇന്ന് നിങ്ങളോടൊന്ന് പറയും, നാളെ വേറൊന്ന് പറയും, അങ്ങനെ ഒരു ആളാണിവർ. ഇവരുടെ ആ ഒരു ശബ്ദത്തിൽ ഒരു സ്റ്റെബിലിറ്റി ഒരിക്കലും ഉണ്ടാവത്തില്ല. ഇന്ന് പറയുന്നതല്ല നാളെ, എപ്പോഴും തീരുമാനങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും.
ഇവർ ഇത്രമാത്രം കൺഫ്യൂഷനായിട്ടുള്ള വ്യക്തിയാണ്. അതായത് ഹൃദയവും മനസ്സും ഒട്ടും ബാലൻസ് ആയിട്ടല്ല പോകുന്നത് ഇവരുടെ. അതായത് ഇവരുടെ ആത്മാവ് ഇവരോടൊന്ന് പറയുന്നു, ഇവരുടെ ഹൃദയം ഇവരോടൊന്ന് പറയുന്നു, പക്ഷേ ഇവർ പറയുന്ന ശബ്ദവും അത് വേറൊന്നായിരിക്കും. അതായത് ഒരു കോമ്പിനേഷനും ഇല്ലാതെ പരസ്പരം വിരുദ്ധമായിട്ട് ഓരോന്ന് പറയത്തില്ല അങ്ങനൊരു വ്യക്തി. അതായത് ഒരു വ്യക്തിയുടെ ഡ്രസ്സിങ് സെൻസ് നിങ്ങൾ കണ്ടു നോക്കൂ. പാൻറ്റിനൊത്ത ഒരു ഷർട്ട് ആയിരിക്കത്തില്ല അവർ ഇട്ടയ്ക്കുന്നത്, അല്ലെങ്കിൽ ഷർട്ടിനൊത്ത പാൻറ്റ് ആയിരിക്കത്തില്ല ഇട്ടയ്ക്കുന്നത്. അത് ഒരു കോമ്പിനേഷൻ ഉണ്ടാവത്തില്ല. അതേപോലെയാണ് ഇവരുടെ സ്വഭാവം, ഒരു കോമ്പിനേഷനും ഇല്ല. ഈ വ്യക്തിക്ക് റെഡ് കളർ വസ്ത്രം ഭയങ്കരമായിട്ട് ഇഷ്ടമായിരിക്കും, ഡാൻസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും, പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും, എനി ടൈം ഇയർഫോൺ കാതിൽ വെച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരായിരിക്കാം. ഇല്ലെങ്കിൽ ഇവർക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ മെയിലായാലും ഫീമെയിലായാലും ഇവരുടെ ആ ഒരു തലമുടി എപ്പോഴും അഴിച്ചിടാനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഇവരുടെ ആ ഒരു തലമുടി എന്ന് പറയുമ്പോൾ നല്ല നീളത്തിനുള്ള, ചുരുണ്ടതല്ലാത്ത നീളത്തിലുള്ള മുടിയാണ്. ഇവർ ബ്ലാക്ക് മാജിക് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് സമ്പർക്കം വയ്ക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കാരണം മറ്റുള്ളവരുടെ ലൈഫ് സ്പോയിലാക്കാൻ വേണ്ടിയുള്ള ഈ വ്യക്തി ശ്രമിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ സപ്പോർട്ട് വേണമല്ലോ ഇവർക്ക്. ഇന്ന് ചിലപ്പോൾ അവർക്ക് അതുകൊണ്ട് ഒരു സന്തോഷം ലഭിക്കുമായിരുന്നു, പക്ഷെ മുന്നോട്ട് പോയിട്ട് ലൈഫിൽ ഇവർക്ക് അതുകൊണ്ട് ലാഭമായിരിക്കത്തില്ല, വലിയൊരു നഷ്ടമായിരിക്കും കിട്ടാൻ പോകുന്നത്. അതിപ്പോൾ ഇവർക്ക് മനസ്സിലാവത്തില്ല, പിന്നെ അവർക്ക് മനസ്സിലായിക്കൊള്ളും. അതായത് ഒരു വ്യക്തി ഒന്നും ആലോചിക്കാതെ ഒരു തീരുമാനം എടുത്ത് പിന്നെ ആയിരിക്കും അവർക്ക് മനസ്സിലാവുന്നത് അവരെടുത്ത തീരുമാനം അവർക്ക് എന്തുമാത്രം പ്രശ്നങ്ങളാണ് തന്നത് എന്ന്. ഇവരുടെ ആ ഒരു സംസാരത്തിലും പെരുമാറ്റ രീതിയിലും ഒരു കഠോരമായിട്ടുള്ള വാക്കുകളും കഠോരമായിട്ടുള്ള പെരുമാറ്റവുമാണ് ഉള്ളത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഓരോ വ്യക്തിയെ ടാർഗറ്റ് ചെയ്ത് എങ്ങനെ അവരുടെ ആ ഒരു ലൈഫ് സ്പോയിലാക്കുക, അവരെ എങ്ങനെ ദുഃഖിപ്പിക്കുക എന്നിവർ എപ്പോഴും ചിന്തിക്കുന്നു. ഇവർ എപ്പോഴും ഇവരുടെ ബൗണ്ടറി സെറ്റാക്കി വയ്ക്കുക, ആരും കയറാതിരിക്കുക. പക്ഷേ ഇവർ മറ്റുള്ളവരുടെ ബൗണ്ടറിയിൽ കയറി അവരുടെ ലൈഫിൽ അന്യായം ചെയ്യുകയും ചെയ്യും. ഇവിടെ ഇവരുടെ മെയിൻ നോട്ടം നിങ്ങളുടെ മാരേജ് ലൈഫിലാണ്. നിങ്ങളുടെ ആ ഒരു മാരേജ് ലൈഫിൽ സന്തോഷം ഉണ്ടാകുന്ന ഇവർക്ക് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റത്തില്ല. എന്തുമാത്രം മോശം ചിന്തയാണ് ഇവരുടേത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു കൊച്ചു കുട്ടിയെ ശല്യം ചെയ്യാൻ 3 ആൾക്കാർ വരുന്നു. ആ 3 ആൾക്കാർ ഭയങ്കരമായിട്ട് ഈ കൊച്ചുകുട്ടിയെ ശല്യം ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ ആ കൊച്ചുകുട്ടി ഭാഗ്യമുള്ളത് കൊണ്ട് രക്ഷപ്പെടുന്നു. അതേപോലെയാണ് ഇവർ നിങ്ങളെ ശല്യം ചെയ്യുന്നത്. പക്ഷേ നിങ്ങളുടെ ആ ഒരു ഭാഗ്യം ഉള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ ഇതിൽ നിന്ന് പലപ്പോഴും രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ചില സമയം നിങ്ങൾക്ക് പോലും അറിയില്ല എന്ന് കാണും നിങ്ങളുടെ ഭാഗ്യം ഇത്രത്തോളം നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന്. കാരണം നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അത്ഭുതം തോന്നും, ദൈവമേ എൻ്റെ ഭാഗ്യം ഉള്ളത് കൊണ്ട് മാത്രമാണ് എൻ്റെ ലൈഫിൽ ഇങ്ങനൊരു ഇത് വന്നത് എന്ന് നിങ്ങൾക്ക് അപ്പോൾ തോന്നും. നിങ്ങളുടെ ഭഗവാൻ അപ്പോൾ നന്ദി പറയുകയും ചെയ്യും. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഭാഗ്യം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കുറച്ച് നിങ്ങൾ അവെയർ ആവുക ഈ ഒരു വ്യക്തിയുടെ കാര്യത്തിൽ. കാരണം ഈ ഒരു റീഡിംഗ് ഇന്ന് നിങ്ങൾ കേൾക്കണമെന്ന് ഈശ്വരൻ്റെ ആ ഒരു ആഗ്രഹമായിരിക്കാം. കാരണം ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ എന്തോ വലിയ ഒരു സന്തോഷത്തിലാണ് ഇവരുടെ ആ ഒരു കണ്ണുള്ളത്. നിങ്ങൾക്ക് എന്തോ ഒരു വലിയ സന്തോഷമുണ്ട്, ആ സന്തോഷത്തിലാണ് ഇവരുടെ കണ്ണ്. ഇവിടെ നിങ്ങളുടെ ആ ഒരു സന്തോഷം, ഈശ്വരൻ്റെ ആ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങളുടെ ആ ഒരു സന്തോഷത്തിലുണ്ട്. പക്ഷേ എന്നാലും നിങ്ങൾ കുറച്ചൊന്ന് അവെയർ ആവുക. ഇവിടെ ഇവരുടെ ആ ഒരു മോശ സ്വഭാവം പുറത്ത് കൊണ്ടുവരാൻ വേണ്ടി സ്ഥിതികൾ ക്രിയേറ്റ് ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ കുറച്ച് നിങ്ങളുടെ മൈൻഡ് ഒന്ന് ഡിസ്റ്റർബ് ആവും, പക്ഷേ നിങ്ങൾക്ക് ഒരു നഷ്ടവും സംഭവിക്കത്തില്ല എന്നാണ് കാണാൻ സാധിക്കുന്നത്. കാരണം ജസ്റ്റിസ് ആണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന്. കാരണം എല്ലാ പ്രാവശ്യം ഇങ്ങനെയുള്ള ഓരോ ആൾക്കാർ നിങ്ങളെ ലൈഫ് തകർക്കാൻ വരും. പക്ഷേ അപ്പോഴെല്ലാം ഭാഗ്യത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് കൊണ്ട് നിങ്ങൾ വിജയിക്കുകയാണ് ചെയ്യുന്നത്. ഈ പ്രാവശ്യവും നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. ഈ വ്യക്തിക്കൊരു മോശ സ്വഭാവമുണ്ട്. ഒന്നുകിൽ ഡ്രിങ്ക്സ് കുടിക്കുന്ന അല്ലെങ്കിൽ സ്മോക്ക് ചെയ്യുന്ന സ്വഭാവമുണ്ട്. പിന്നെ വാശിയുള്ള കൂട്ടത്തിലുള്ള ആളാണ്. കൂടാതെ ലൈഫിനെ കുറിച്ച് ഒരു കാഴ്ചപ്പാടുമില്ല. ഫ്യൂച്ചറിൽ എന്തായിരിക്കും ഇവരുടെ സ്ഥിതി, ഫ്യൂച്ചറിനെ കുറിച്ച് ഒരു ചിന്ത ഒന്നും തന്നെ ഇല്ല. ഇവർ ആർക്കും ഒരു ഹെൽപ്പും ചെയ്യത്തില്ല. എന്തായാലും നിങ്ങൾ കുറച്ചൊന്ന് സാവധാനമായിട്ടിരിക്കുക ഈ വ്യക്തി റിലേറ്റഡ് ആയിട്ട്. കാരണം നിങ്ങളുടെ പിറകിൽ നിന്നുകൊണ്ട് നിങ്ങളെക്കുറിച്ച് വളരെ മോശമായിട്ടാണ് മറ്റുള്ളവരോട് പറയുന്നത്. ഇവിടെ ഇവർ ഇപ്പോഴും പ്ലാനിങ് ചെയ്യുകയാണ് നിങ്ങളുടെ ലൈഫിലെ എന്തോ ഒരു സന്തോഷം അതില്ലാതാക്കാൻ വേണ്ടി. ഇവിടെ ഇവരുടെ ആ ഒരു പ്ലാനിങ് നിങ്ങളുടെ മുന്നിൽ വരികയാണ്. നിങ്ങൾക്ക് തന്നെ അത്ഭുതം തോന്നി, ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞു ആൾക്കാരോട് എന്ന്. ഈ വ്യക്തി എന്തായാലും നിങ്ങളെ ചതിക്കുകയാണ് ചെയ്യുന്നത്.
ഇവിടെ ഈ ഒരു വ്യക്തി ലേഡി ആയാലും പുരുഷനായാലും ഇവരുടെ മനസ്സിൽ ഫുള്ള കാപട്യവും ചതിയും കള്ളവും മാത്രമാണുള്ളത്. ഇനി നിങ്ങൾ ഒരിക്കലും ഇവരെ വിശ്വസിക്കരുത്. ഇവിടെ ഈ വർഷം തന്നെ നിങ്ങളുടെ മേൽ ജഡ്ജ്മെൻറ്റ് ഉണ്ടാവുന്നതായിട്ട് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. കാരണം ഇവരെന്തൊക്കെ ഷഡ്യന്ത്രങ്ങൾ നിങ്ങൾക്കെതിരെ ചെയ്താലും അതൊരിക്കലും നിങ്ങളുടെ മേൽ വർക്കാവത്തില്ല. കാരണം ഇവരുടെ ആ ഒരു യഥാർത്ഥ സ്വഭാവം ഇവർ തന്നെ നിങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി പുറത്ത് കൊണ്ടുവരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് എല്ലാവരുടെ മുന്നിൽ. അപ്പോൾ നിങ്ങൾ ഒട്ടും തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. ഈ വ്യക്തി എത്ര തന്നെ തെറ്റിദ്ധാരണകൾ നിങ്ങൾക്കെതിരെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും മുകളിലൊരാൾ കാണുന്നുണ്ട് എല്ലാം. അദ്ദേഹം നിങ്ങളുടെ മേൽ ന്യായം പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമസ്തേ. താങ്ക് യു സോ മച്ച്.